2000-ലാണല്ലോ ഈ അടിപൊളി എന്ന് പറയുന്ന വാക്ക് വരുന്നത്. അന്ന് ഇവിടുത്തെ ഭാഷാശാസ്ത്രജ്ഞരും ഭാഷാ വിദഗ്ധരും എല്ലാം വലിയ വിമർശനം ഉന്നയിച്ചു എന്ന് ഓർമ്മയുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ഞാനത് പറയാതിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും ഇല്ലെന്ന് പറഞ്ഞു. അടിപൊളിയാണ് സത്യത്തിൽ. ഇങ്ങനെ പുതുതായിട്ട് ഭാഷയിലേക്ക് കടന്നു വന്ന ഒരു വാക്കിനെ കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്യുന്നതായിട്ട് നമ്മൾ ആദ്യമായിട്ട് കേട്ടത് അടിപൊളി. അതിനു മുമ്പ് ചെത്ത് എന്നൊരു വാക്കുണ്ടായിരുന്നു. അതെ, ചെത്ത് എന്ന് വെച്ചാൽ കള്ള് ചെത്തൊക്കെയാണ് ആ കാലം വരെ ഉണ്ടായിരുന്നത്. പക്ഷേ ചെത്ത് എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ഏതാണ്ട് അടിപൊളി എന്നൊക്കെ സ്റ്റൈൽ എന്നൊക്കെ അർത്ഥത്തിൽ വന്നതും അതിനു മുമ്പാണ്. പക്ഷേ അന്ന് ചെത്തിനെ പറ്റി അങ്ങനെ ചർച്ച ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അത് അതിനു മുമ്പാണ്. ഇതിനെപ്പറ്റി എന്താ പറയുക, ഇപ്പോൾ സ്ലോപ്പ് എന്നൊരു വാക്കാണ് അത്ര ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് മെറിയം വെബ്സ്റ്റർ. സ്ലോപ്പിൻ്റെ അർത്ഥം എന്താണ്? അർത്ഥം ചളിയടിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഗൗരവതരമായിട്ട് ഇൻ്റലക്ച്വൽ കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചല്ല ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്ത ഒരു വാക്കായിട്ട് വന്നിരിക്കുന്നത് ചളിയടി. പഴയ ഇതിപ്പോൾ വാക്ക് പുതിയതാണെങ്കിലും ഈ അർത്ഥം പുരാതനമായിട്ടുള്ള മനുഷ്യരുള്ള കാലം തൊട്ട് ഇമാതിരി ഒരു സീരിയസ്നെസ്സും ഇല്ലാതെ ഇങ്ങനെ മണ്ടത്തരമൊക്കെ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. അതിന് പക്ഷേ ഡിജിറ്റൽ ആംഗിൾ വന്നിരിക്കുന്നു എന്നാണ്. അതായത് ഇപ്പോൾ പണ്ടൊക്കെ ഇങ്ങനെ ചിന്തിച്ചാൽ ഇപ്പോൾ പണ്ടൊക്കെ വാക്കുകൾ വരുന്നത് എവിടെ നിന്നാണ്? ആ ജീവിതത്തിൻ്റെ ഭൗതികമായ പരിസരത്തു നിന്നാണ്. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഇപ്പം അടിപൊളിയാണെങ്കിലും എന്താണ് ആ ശബ്ദത്തിൻ്റെ ബഹളമൊക്കെ ആയിരിക്കണം. ചെത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും കള്ള് ചെത്തുന്നോ അല്ല അങ്ങനെ എന്തെങ്കിലും ചെത്ത്. ഞങ്ങളുടെ തലശ്ശേരി ചെത്തൈസ് എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വന്നതായിരിക്കാം. ചെത്തിനൊരു അർത്ഥമുണ്ടല്ലോ. പക്ഷേ ഇപ്പോൾ വരുന്നതെല്ലാം നമ്മുടെ ഈ ഡിജിറ്റൽ സ്പേസിൽ നിന്നാണ് ഏതാണ്ടെല്ലാം വരുന്നത്.